ഏകദേശം 8 മണി കഴിഞ്ഞ് 8:10 സംഭവം. അമ്പലത്തിൽ വന്ന ഭക്തരെല്ലാം പോയതിനു ശേഷം ശാന്തിക്കാരനും കിഴവും മാത്രമേ ക്ഷേത്രത്തിലുണ്ടായിരുന്നുള്ളൂ. ശാന്തി അങ്ങേപ്പുറത്തെ ഗണപതിക്ക് ചാർത്തിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഭക്തരെല്ലാവരും പോയതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വലിയൊരു അപകടം ഭഗവാന്റെ ഒരു വലിയ കൃപാകടാക്ഷം കൊണ്ട് നീങ്ങിയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു സംഭവം, ഇത്രയും വലിയ ഒരു ആൽവൃക്ഷം കടപുഴകി വീണിട്ട് ക്ഷേത്രത്തിന് കാര്യമായ ഒരു കേടുപാടുകളൊന്നും കൂടാതെ തൽസ്ഥിതിയിൽ നിലനിർത്തുന്നതിന് ഭഗവാൻ സഹായിച്ചു എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കൊണ്ട് കഴിയത്തുള്ളൂ. ഏകദേശം എത്ര വർഷത്തോളം പഴക്കം വരുന്നതാണ്? ഏകദേശം 50-നും 55-നും ഇടയിൽ വർഷമേ ഈ ആലിന് ഉള്ളൂ. എന്നാൽ ഒരു 100-150 വർഷം പഴക്കമുള്ള ഒരു വൃക്ഷമായിട്ട് കണ്ടാൽ തോന്നും. എന്നാൽ 55-നും 60-ൽ താഴെ വർഷമേ ഇതിന് പഴക്കം ഉള്ളൂ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡിൽ നിന്ന് എല്ലാവരും വന്നിട്ട് സബ് ഗ്രൂപ്പ് ഓഫീസറുടെ ചുമതലയുള്ള ആൾ വന്നു. സബ് ഗ്രൂപ്പ് ഓഫീസർ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ മറ്റാളുകൾ വന്ന് പൂജയൊക്കെ ചെയ്തതിന് ശേഷം ആൽമരം മുറിക്കുന്നുള്ളതായ അനുമതി തന്നു. പിന്നെ മറ്റ് ഇത് മുറിക്കുന്നുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അതിൻ്റെ ചിലവുകളെല്ലാം ദേവസ്വം ബോർഡിൽ നിന്ന് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് അവിടുന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥരൊക്കെ പോയേക്കുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ അത് മുറിച്ചു മാറ്റുക, അതിനുശേഷം തുടർ നടപടി എന്നുള്ള രീതിയിൽ ബാക്കി അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള റിപ്പോർട്ട് കൊടുത്ത് അത് ചെയ്യിക്കുക എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന്റെ അറിയിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറെ, അസിസ്റ്റന്റ് എഞ്ചിനീയറെ എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ബാക്കി നടപടികൾ നടത്തുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്നത് എന്താ? മരം വീണ് കിടക്കുകയാണെങ്കിലും ഒരു അനുവാദം വാങ്ങിക്കണം. മരം മുറിക്കുന്നതിനുള്ള ഒരു അനുവാദം, വൃക്ഷത്തിന്റെ അനുവാദം മേടിച്ച് തന്ത്രിയുടെ വിവരം അറിയിച്ചിട്ടുണ്ട്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനുവാദം വാങ്ങിച്ച് അത് മുറിച്ചു മാറ്റുക എന്നുള്ളതാണ്. മുറിച്ചു മാറ്റി സൗകര്യപ്രദമായ സ്ഥലത്തിടുക. അതിനുശേഷം ബാക്കി എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് ബാക്കി നടപടികൾ തുടരുന്നതാണ്. എത്ര മണിക്കായി സംഭവം ഉണ്ടായി? 8:15 ആയില്ല. അതിന് മുമ്പ് അന്നേരം ആരെ കൊണ്ടാണ് അമ്പലത്തില്? ഞാനും തിരുമേനിയും മാത്രമേ ഉള്ളൂ. തിരുമേനി ഗണപതിക്ക് ചാർത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം വന്ന് ഈ ഭാഗത്താ വീണ? ആ ഭാഗത്താ വീണ. മഴ ഉണ്ടായിരുന്നു? മഴയോ കാറ്റോ? മഴയില്ലായിരുന്നു, വലിയ മഴയില്ലായിരുന്നു. ശനിയനിപ്പേ ഉള്ളത്. ശരിക്കും ഭക്തജനങ്ങളെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഒരു വലിയ ആൽമരം, ഏതാണ്ട് ഒരു 10-60 വർഷം പഴക്കമുള്ള ഒരു വലിയ ആൽമരം ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 8 മണിക്ക് ശേഷമാണ് ഇത് കടപുഴകി വീണത്. രാവിലെ വന്ന ഭക്തജനങ്ങളൊക്കെ നിർമ്മാല്യം തൊഴുത് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് ഇത് കടപുഴകി വീണത്. കൊല്ലം ജില്ലയിലെ പുനലൂർ ഗ്രൂപ്പിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പുനലൂർ ഗ്രൂപ്പിലുള്ള അഷ്ടമംഗലം സബ് ഗ്രൂപ്പിലുള്ള ക്ഷേത്രമാണ് പാണയം മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഒരു മുത്തശ്ശി ആൽമരമാണ് കടപുഴകി വീണത്. ശരിക്കും ഈ സംഭവം നടക്കുമ്പോൾ കടപുഴകി വീഴുമ്പോൾ ക്ഷേത്രത്തിൽ താൽക്കാലിക ജീവനക്കാരിയും ക്ഷേത്ര മേൽശാന്തി മാത്രമാണ്. ക്ഷേത്ര മേൽശാന്തി ഈ ഗണപതി ക്ഷേത്രത്തിൽ ശരിക്കും ചാർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്
ഈ വൃക്ഷം കടപുഴകി വീണത്. കടപുഴകി വീണതിൻ്റെ ഒരു ഭാഗം വന്ന് തറയിൽ കുത്തി നിന്നതുകൊണ്ടാണ് വലിയ അപകടങ്ങൾ ഒഴിവായതില്ലെങ്കിൽ ശ്രീകോവിൽ പൂർണ്ണമായും തകരുമായിരുന്നു, ഈ മണ്ഡപം തകരുമായിരുന്നു. പക്ഷേ ഒരു ദൈവാധീനം എന്ന് പറയട്ടെ, ഭഗവാന്റെ ഒരു കാരുണ്യം എന്ന് പറയട്ടെ, ഇത് തറയിൽ കുത്തി നിന്നതുകൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത്. കൃത്യസമയത്ത് തന്നെ നാട്ടുകാർ, ഈ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളൊക്കെ ദേവസ്വം ബോർഡിനെ വിവരം അറിയിക്കുകയും ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരെത്തി ഇത് മുറിച്ചു മാറ്റുന്നതിനുള്ള മേൽ നടപടികൾ സ്വീകരിച്ചു.